നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിൽ നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ എത്തിക്കാം എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വൊക്കാബുലറിയാണ് കാരണം വേർഡ്സ് മാറ്റുക എന്നത് ഉള്ളതാണ് ഏറ്റവും ഈസി മെത്തേഡ് നമ്മുടെ സെന്റൻസിനെ ഇംഗ്ലീഷ് അഡ്വാൻസ് ലെവലിലോട്ട് എത്തിക്കാൻ. അപ്പോൾ ഇന്ന് 5 വേർഡ്സ് ഉണ്ട്, നിങ്ങളത് കേൾക്കുക, പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ഞാൻ എന്നും പറയേണ്ടത് പോലെ തന്നെ നമ്മുടെ സെന്റൻസുകളിൽ അത് ഉപയോഗിക്കുകയും കൂടി ചെയ്യുക. കോംപ്രിഹെൻഡ്. കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഗ്രാസ്പ് ഒക്കെ നമ്മൾ പറയില്ലേ, അതാണ് കോംപ്രിഹെൻഡ് എന്ന് പറയുന്നത് അർത്ഥം. അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഗ്രാസ്പ്, ഇതാണ് നമ്മൾ കോംപ്രിഹെൻഡിന് പകരമായിട്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം. അപ്പൊ നമ്മളൊരു സെന്റൻസ് ആക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ് ഹിസ് ബിഹേവിയർ. ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ് ഹിസ് ബിഹേവിയർ. അവൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ ഡിഫിക്കൾട്ടാണ്, ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാ? ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ് ഹിസ് ബിഹേവിയർ. ഒന്നൊരു പറയൂ. ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ് ഹിസ് ബിഹേവിയർ. അവൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൾട്ടാണ്. അപ്പൊ കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, ഗ്രാസ്പ്, ഇതൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇനി നിങ്ങൾ എവിടെയെങ്കിലും അണ്ടർസ്റ്റാൻഡ് എന്നോ ഗ്രാസ്പ് എന്നോ ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് എന്താണ്? കോംപ്രിഹെൻഡ് ആണ്. 2, ഫസിലിറ്റേറ്റ്. കേട്ടപ്പോ തന്നെ എളുപ്പമായി അല്ലേ? ഫസിലിറ്റേറ്റ്, അസിസ്റ്റ്, സഹായിക്കുക അല്ലെങ്കിൽ എളുപ്പമാക്കുക എന്നൊക്കെയാണ്. ഫസിലിറ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എളുപ്പമായി അല്ലേ? ഫസിലിറ്റേറ്റ്, സഹായിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമുക്ക് പറയാം അസിസ്റ്റ് ചെയ്യുക, അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അസിസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലിഫൈ എന്നൊക്കെ? നിങ്ങൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയൂ. അത് നിങ്ങളൊന്ന് ഫസിലിറ്റേറ്റ് ചെയ്ത് പറയുക എന്ന് പറയും. അതായത് എളുപ്പമാക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്നാണ് അർത്ഥം. ദ ടീച്ചേഴ്സ് റോൾ ഈസ് The teacher's role is to facilitate learning. ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്? ലേണിംഗിൽ സഹായിക്കുക, പഠിത്തത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ പറയാ? The teacher's role is to facilitate learning. ലേണിംഗിൽ സഹായിക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ കോംപ്രിഹെൻഡ്, ഫസിലിറ്റേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വേറെയും പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിന്റെ അവസാനം ചോദിക്കുന്നുണ്ട്, ഓർമ്മയുള്ളവരുണ്ടോ എന്ന് നോക്കാം. 3, എംബസൈസ്. എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് അല്ലേ? എംബസൈസ്, ഹൈലൈറ്റ്, സ്ട്രെസ്. അവൻ ആ കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു, അവൻ ആ കാര്യം എംബസൈസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുക, ഊന്നി പറയുക എന്നാണ് അർത്ഥം. എംബസൈസ് ചെയ്തു, അപ്പൊ അതിനെ ഊന്നി പറയുക എന്നാണ് അതിനർത്ഥം വരുന്നത്. ഷീ emphasized the importance of honesty. ഹോണസ്റ്റിയെ കുറിച്ച് വളരെയധികം അവൾ പറഞ്ഞു, ഊന്നി സംസാരിച്ചു. emphasized, she emphasized the importance of honesty. ഹോണസ്റ്റിയെ കുറിച്ച് കൂടുതലായിട്ട് ഊന്നി സംസാരിച്ചു, സ്ട്രെസ് ചെയ്ത് സംസാരിച്ചു, ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചു. ആന്റിസിപ്പേറ്റ്, എപ്പോഴും നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് ആന്റിസിപ്പേറ്റ്. എന്താണ് അർത്ഥം? എക്സ്പെക്റ്റ് ചെയ്യുക, മുൻകൂട്ടി പ്രതീക്ഷിക്കുക. ആന്റിസിപ്പേറ്റ്, എക്സ്പെക്റ്റ്, മുൻകൂട്ടി പ്രതീക്ഷിക്കുക. ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്യുക, മുൻകൂട്ടി പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ആന്റിസിപ്പേറ്റ് ഉപയോഗിച്ച ഒരു സെന്റൻസ് നിങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോളൂ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാൻ വൊക്കാബുലറി തന്നിട്ട് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്ന സെന്റൻസുകൾ നിങ്ങൾ പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്തു വിട്ട് ആരും ചെയ്തില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നില്ല എന്നാണോ? നിങ്ങൾക്ക് എളുപ്പമുള്ള വാക്കുകളാണ് ഞാൻ കമന്റ് ബോക്സിൽ ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം. നിങ്ങളത് ചെയ്യണം കേട്ടോ. ആന്റിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കണം. ഇംഗ്ലീഷിലാക്കിക്കോ, നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്തോ കേട്ടോ. ഇന്നത്തെ ലാസ്റ്റ് വേർഡാണ് അക്നോളേജ്. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അംഗീകരിക്കുക, സമ്മതിക്കുക എന്നാണ് അർത്ഥം. അക്നോളേജ്. അപ്പോൾ അതൊരു സെന്റൻസ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, അക്നോളേജ് ഉപയോഗിച്ചിട്ട്.
പറഞ്ഞോ? അക്നോളേജ് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് നിങ്ങൾ തന്നെ പറഞ്ഞോ. അതിന്റെ അർത്ഥം എന്താണ്? അഡ്മിറ്റ്, റെക്കഗ്നൈസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ 2 നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അത് 2ന്റെ സെന്റൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹൈ ലെവലിലോട്ട് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വൊക്കാബുലറി വേർഡ്സ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു അത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണേ. ആംബിഗ്യൂസ്, ആംബിഗ്യൂസ് മനസ്സിൽ വന്നോ? വൾനറബിൾ, വൾനറബിൾ. ഒപ്റ്റിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്. കറേജിയസ്, കറേജിയസ്. അർത്ഥങ്ങളൊക്കെ മനസ്സിൽ വന്നല്ലോ. വന്നില്ലാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് നിങ്ങൾ പോകണം. അഡ്വാൻസ് ലെവലിലുള്ള വൊക്കാബുലറി ക്ലാസ്സിലോട്ട് നിങ്ങൾ പോകണം. ഈ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം. ഇന്ന് പഠിച്ച വാക്കുകളും കൂടി ഉപയോഗിക്കണം. അങ്ങനെ ഒരു 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അഡ്വാൻസ് ലെവലിലുള്ള ഒരുപാട് വേർഡ്സ് നിങ്ങളുടെ കയ്യിൽ. വൊക്കാബുലറി ഇല്ലാന്നും പറഞ്ഞാൽ നിങ്ങൾ ഇനി അഡ്വാൻസ് ലെവലിലോട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിനെ എത്തിക്കാതിരിക്കരുത്. കിട്ടിയില്ലോ? അപ്പൊ അഡ്വാൻസ് ലെവലിലുള്ള ഇംഗ്ലീഷാണ്, വേർഡ്സ് ആണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ പിന്നെ എല്ലാവരും ഓണത്തിന്റെയൊക്കെ തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ അതും ഒന്ന് 1, 2, 3 വീഡിയോ ഒക്കെ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ അതും ഒന്ന് കാണുക, എന്നെ ഫോളോ ചെയ്യുക, എന്നെ അവിടെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ പുതിയതായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്നെ യൂട്യൂബിൽ എങ്ങനെയാണോ തുടക്കത്തിൽ തന്നെ ചെയ്തത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.